കോൺഗ്രസിൽ നിന്നും തന്നെ പുറത്താക്കിയ വിവരം അറിയിച്ചിട്ടില്ലെന്ന് സിമി റോസ്ബെൽ ജോൺ. സിപിഐഎമ്മുമായി ഗൂഢാലോചന നടത്തിയെങ്കിൽ തെളിവുകൾ പുറത്തുവിടണം. പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നുവെന്നും കെപിസിസി ഓഫീസിനകത്ത് നടക്കുന്നതിനെപ്പറ്റി അന്വേഷണം വേണമെന്നും സിമി റോസ്ബെൽ പറഞ്ഞു. കോൺഗ്രസിനകത്തെ വനിതാ പ്രവർത്തകരിൽ നിന്നും തനിക്ക് പീഡന പരാതികൾ ലഭിച്ചിട്ടുണ്ട്. തന്റെ കയ്യിൽ തെളിവുകളുണ്ടെന്നും സിമി റോസ്ബെൽ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിൽ നിന്നും DK ശിവകുമാർ കൊടുത്തയച്ച പണം കേരളത്തിലെത്തിച്ചുവെന്നും അതെവിടെയെന്നും സിമി റോസ്ബെൽ ചോദിച്ചു. ഞാനിങ്ങനെ TV-യിൽ കണ്ടു, അത്രേ ഉള്ളൂ. പിന്നെ കുറേ സുഹൃത്തുക്കളും പത്രക്കാരും വെൽവിഷേഴ്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തോട് തെളിയിക്കാനായിട്ട്, വെല്ലുവിളിക്കുന്നു. CPM ആയിട്ട് ഗൂഢാലോചന ഉണ്ടെങ്കിൽ ഞാൻ ശിരസ് മുണ്ടനം ചെയ്ത് KPCCക്ക് സമർപ്പിക്കുന്നതാണ്. ലതിക സുഭാഷിനെ പോലെ കരഞ്ഞോണ്ടല്ലോ കേട്ടോ, ചിരിച്ചോണ്ട്. ഈ KPCCയിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ കൊള്ളില്ല, ലജ്ജാകരമാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. എന്താണിപ്പോൾ അവിടെ നടക്കുന്നത്? ഉമേഷ് ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, ഒരുപക്ഷെ ഒരു പടി കൂടി കടന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ സിമി റോസ്ബെൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ നടത്തിയിട്ടുണ്ട്. അതിൽ പീഡന പരാതി സംബന്ധിച്ച വിവരങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്തയച്ച പണമടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ അറിയണം എന്ന നിലയ്ക്കുള്ള കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളിലൊക്കെയും തന്റെ കയ്യിൽ തെളിവുകളുണ്ടെന്നും സിമി റോസ്ബെൽ പറഞ്ഞു വെക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയാണ് ഏറ്റവും പുതിയ ആരോപണം വന്നിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടതടക്കമുള്ള ഗൗരവതരമായ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. അതായത് സിമി റോസ്ബെൽ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് DK ശിവകുമാർ കർണാടകയിൽ നിന്നും തായവണ്ടിയിൽ കേരളത്തിലേക്ക് ലക്ഷങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. അത് കേരളത്തിലെത്തി എന്നുള്ള വിവരം ലഭിച്ചതാണ്. ആ പണം എവിടെ പോയി എന്നുള്ളതാണ് സിമി റോസ്ബെൽ ചോദിക്കുന്നത്. ഇത് വെറുതെ താൻ പറയുന്നതല്ല, വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ നിന്ന് തനിക്ക് ഈ പണം കൊടുത്തയച്ചതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചു എന്നുള്ളതാണ് സിമി റോസ്ബെൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം നേരത്തെ അവർ ഉന്നയിച്ച പല കാര്യങ്ങളും വീണ്ടും ആവർത്തിച്ചു. അതായത് കോൺഗ്രസിനകത്ത് വനിതാ പ്രവർത്തകരിൽ പലർക്കും പീഡനാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ പലരും തന്നോട് അക്കാര്യം പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ അത് ആരൊക്കെയാണെന്നുള്ളത് അവരുടെ അനുമതിയില്ലാതെ പുറത്തു പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. അത്തരത്തിലുള്ള അനുഭവം നേരിടുന്നവർ ഇപ്പോഴും പലരും കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഈ KPCC ക്യാമ്പിൽ നടക്കുന്ന പലതും പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് എന്ന വിവരമടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു. അതേക്കുറിച്ച് KPCC അന്വേഷണം നടത്തണം എന്നാണ് സിമി റോസ്ബെൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് സിമി റോസ്ബെല്ലിനെ പുറത്താക്കിയത്. അങ്ങനെ പുറത്താക്കിയെങ്കിലും ആ വിവരം തന്നോട് ഇതുവരെ അറിയിച്ചിട്ടില്ല. തന്നെ പുറത്താക്കി എന്ന കാര്യം ഇതുവരെ തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്ന് സിമി റോസ്ബെൽ ചൂണ്ടിക്കാട്ടുന്നു. CPM-മായി താൻ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. അങ്ങനെ ഒരു ആരോപണം തെളിയിക്കാൻ താൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള തെളിവുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ VD സതീശൻ തയ്യാറാണ്. അതുമായി ബന്ധപ്പെട്ട് താൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ തെളിയിച്ചാൽ താൻ തലം മുണ്ടനം ചെയ്ത് KPCCക്ക് സമർപ്പിക്കും എന്നും സിമി റോസ്ബെൽ ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ് സിമി റോസ്ബെൽ. ശരി ഉമേഷ്, കൂടുതൽ കടുപ്പിച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊക്കെയും തന്റെ പക്കൽ തെളിവുകളുണ്ട്. അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇപ്പോൾ കോൺഗ്രസിനാണ്, പ്രതിപക്ഷ നേതാവിനാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സിമി റോസ്ബെൽ ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടത്.